നമസ്കാരം. ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പൊന്നാനി ഫെസ്റ്റിന്റെ ഭാഗമായി ഒക്ടോബർ 5-ന് ചങ്ങരംകുളത്ത് പി ചിത്രം നമ്പൂതിരിപ്പാട് സ്മൃതി സംഗമം സംഘടിപ്പിക്കും. മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. പരിപാടിയുടെ വിജയത്തിനായുള്ള സ്വാഗത സംഘം രൂപീകരണ യോഗം പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. വാർത്ത വിശദമായി. പൊന്നാനിയുടെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന പൊന്നാനി ഫെസ്റ്റിന്റെ ഭാഗമായി ഒക്ടോബർ 5-ന് ചങ്ങരംകുളത്ത് പി ചിത്ര നമ്പൂതിരിപ്പാട് സ്മൃതി സദസ്സ് സംഘടിപ്പിക്കും. EK എമ്പച്ചിബാവ, കൊളാടി ഉണ്ണി, പി ചിത്ര നമ്പൂതിരിപ്പാട് എന്നിവരുടെ സ്മരണാർത്ഥം പൊന്നാനി, എരമംഗലം, ചങ്ങരംകുളം എന്നിവിടങ്ങളിലാണ് ഫെസ്റ്റ് നടക്കുന്നത്. ഈ മാസം 27-ന് എരമംഗലം കോതമുക്കിൽ നടക്കുന്ന പരിപാടി മന്ത്രി K രാജനും 28-ന് പൊന്നാനിയിൽ മന്ത്രി സജി ചെറിയാനും ഒക്ടോബർ 5-ന് ചങ്ങരംകുളത്ത് മന്ത്രി ആർ ബിന്ദുവും പൊന്നാനി ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. പ്രഭാഷണം, സെമിനാർ, വീഡിയോ പ്രദർശനം, കലാപരിപാടി, പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വിപണനമേള എന്നിവയുണ്ടാകും. ചങ്ങരംകുളത്തെ പരിപാടിയുടെ വിജയത്തിനായി മൂക്കുതല PCNG HSS സ്കൂളിൽ സ്വാഗത സംഘം രൂപീകരിച്ചു. പി നന്ദകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസിരിയ സൈഫുദ്ദീൻ, ഡോക്ടർ V മോഹനകൃഷ്ണൻ, C ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. T സത്യൻ സ്വാഗതം പറഞ്ഞു. ആലങ്കോട് ലീലാകൃഷ്ണനെ ചെയർമാനായും T സത്യനെ ജനറൽ കൺവീനറായും തിരഞ്ഞെടുത്തു. നമ്മുടെ പൊന്നാനിയിൽ നടത്തണം എന്നൊരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മാറ്റത്തിന് വേണ്ടി ശ്രമിച്ചത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക വകുപ്പിൻ്റെ ചെറിയൊരു സഹായം ഉണ്ടാവും ഇത് എല്ലാ വർഷവും നടത്തണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് ഈ വർഷം ഇത് ആരംഭിക്കുന്നത്. നമുക്കുള്ളത് അടുത്ത വർഷം എങ്ങനെയാവണമെന്നത് ആ സമയത്ത് ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനമെടുക്കാം. ഇപ്പോൾ നമ്മൾ 3 മേഖലയ്ക്കകത്തായി നടത്താൻ ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് നമുക്ക്. അതായത് സാധാരണ എല്ലാ മണ്ഡലത്തിലും ഒരു കേന്ദ്രത്തിൽ നടത്താറ്, നമ്മൾ 3 മേഖലയ്ക്കകത്ത് നടത്താൻ ഒരു തീരുമാനമെടുത്തു. പൊന്നാനിയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചാണ് ഇമ്പിച്ചിവാവ. അപ്പോൾ ഇമ്പിച്ചിവാവയും പൊന്നാനിയും എന്നൊരു വിഷയം വെച്ചുകൊണ്ട് അവിടെ ഒരു ചർച്ചായോഗങ്ങൾ, അതുപോലെ തന്നെ പൊന്നാനിയിൽ ഈ പഴയ പാട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾക്ക് ഇപ്പോഴത്തെ പാട്ടുകളൊന്നുമല്ല പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം. അവിടുത്തെ കടൽപ്പാട്ടുകൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പാട്ടുകൾ. പിന്നെ മറ്റൊരാൾ ഈ എരമംഗലത്ത് ഉള്ള കൊളാടി ഉണ്ണിയെ പറ്റിയിട്ട് ആർക്കറിയപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ പുസ്തകങ്ങൾ 2 പിന്നെ ഇതിൽ പറഞ്ഞിട്ടുള്ളത് പ്രധാനപ്പെട്ട കൊളാടി ഉണ്ണിയെ പരാമർശിച്ചത് 3 പുസ്തകങ്ങൾ മാത്രമാണുള്ളത് ഇതിനെ സംബന്ധിച്ചിടത്തോളം. അതിൽ ഒന്ന് ചെറുകാടിൻ്റെ ആത്മകഥയ്ക്കകത്ത് ഒരു പരാമർശമുണ്ട്, 2 പേജുണ്ട് അന്ന് ആ കാലത്ത് വന്നതിൽ. പിന്നെ VK ശ്രീരാമൻ കൂടി രചിച്ചിട്ടുള്ള കൊളാടിയുടെ വന്നേരി നാടിനെ സംബന്ധിച്ച പുസ്തകത്തിലുണ്ട്. പിന്നെ കൊളാടി ഗോവിന്ദൻകുട്ടി പുസ്തകം. ഇതിലൊക്കെ തന്നെ കുറച്ച് ചില പരാമർശങ്ങളുള്ളൂ. അതൊക്കെ ചില പരാമർശങ്ങൾ പൂർണ്ണമായിട്ടില്ല. ഞാൻ ഇദ്ദേഹത്തെ സംബന്ധിച്ച് കേട്ടത് അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ കിടക്കുമ്പോൾ ഇമ്പിച്ചുവാവ് പറഞ്ഞു തന്നിട്ടുള്ള കുറേ കഥകളാണ് കൊളാടി ഉണ്ണിയുള്ളത്. അപ്പോൾ അത്രയും ആ VK ശ്രീരാമൻ പദപ്രയോഗത്തിലാണെങ്കിൽ വന്നേരിയുടെ സൂര്യൻ എന്നാണ് ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ 36-ാമത്തെ വയസ്സിൽ മരിച്ചുപോയി അദ്ദേഹം. പക്ഷേ അന്നത്തെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ രംഗത്തേക്ക് പിന്നെ നല്ലോണം പ്രവർത്തിക്കുകയും ചെയ്തു. നായാടികളെയൊക്കെ കൊണ്ടുവന്ന് തൻ്റെ തറവാട്ട് കുളത്തിൽ കുളിപ്പിച്ച് വീട്ടുകാരുടെ പ്രതിഷേധം വകവയ്ക്കാത്ത രൂപത്തിലേക്ക് രംഗത്ത് വന്ന് അവിടുത്തെ പ്രമാണിമാരുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടുള്ള ആ ചരിത്രമാണ് ഉണ്ണാടി ഉണ്ണിക്ക് ചെറുപ്പത്തിലുള്ളത്. അവിടെ അത് അദ്ദേഹത്തിൻ്റെ ജന്മപ്രദേശമായിട്ടുള്ള കോതമുക്കിൽ അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്, പുതുതായിട്ട് തുടങ്ങിയിട്ടില്ല. അവിടെ വെച്ചിട്ടാണ് വലിയൊരു പരിപാടിയായിട്ടാണ് അവിടെ നടത്തുന്നത് നമുക്കുള്ളത്. 3ാമത്തത് ഇവിടെ ചിത്രനമ്പൂതിരിപ്പാടിൻ്റെ പുതിയ കഥകൾ മാത്രമേ നമുക്കറിയുള്ളൂ, പഴയ കഥകൾ അറിയില്ല. ഇതിനെ സംബന്ധിച്ചിടത്തോളം ചിത്രനമ്പൂതിരിപ്പാട് ആരായിരുന്നു എന്ന് പരിചയപ്പെടുന്നവരും അത് അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ ഞാനും ലീലാകൃഷ്ണനും കൂടി ഒരു 2 മണിക്കൂറൊക്കെ ഒന്നിച്ചിരുന്ന് സംസാരിച്ചിട്ട് അദ്ദേഹത്തിനൊരു ഡോക്യുമെൻ്ററി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിയിരുന്നു ഞങ്ങൾ. രാജേഷ് പിന്നെ സ്പീക്കറായിരുന്ന സമയത്ത്. പക്ഷെ അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം ലീലാകൃഷ്ണനോട് ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. പക്ഷെ അത് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. അപ്പോൾ അന്നത്തെ കുറേ നറേഷൻസൊക്കെ ഉണ്ട് ഇവിടെ, ലീലാകൃഷ്ണൻ്റെ കയ്യിലൊക്കെ ഉണ്ട്. അതെല്ലാം എടുത്തുകൊണ്ട് ആ പഴയ കാലവും ഇതും കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പരിപാടിയാണ് ഇവിടെ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പൊന്നാനിയുടെ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെയും ഇടപെടലിൻ്റെ ഭാഗമായിട്ടുള്ള മുന്നേറ്റങ്ങൾ
ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒന്നാണ്. അതിന് നേതൃത്വം കൊടുത്ത ഏറ്റവും പ്രധാനികളായവരെ പൊന്നാനി ഫെസ്റ്റിൻ്റെ പേരിൽ പ്രത്യേകം അനുസ്മരിക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിക്കുകയാണ്. ശോഭികയിൽ പൊന്നോണം. ഈ ഓണക്കാലം അടിപൊളിയാക്കാൻ ഏറ്റവും കിടിലൻ കളക്ഷനുകളും ഓഫറുകളുമായി ശോഭിക വെഡ്ഡിങ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ എണ്ണിയാലൊടുങ്ങാത്ത ശേഖരമാണ് ശോഭികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. വരൂ, ഈ ഓണം ശോഭികയ്ക്കൊപ്പം ആഘോഷമാക്കൂ. ശോഭിക വെഡ്ഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് എടപ്പാൾ. Sunrise Hospital. Care beyond cure.